ഹായ് ഹലോ നമസ്കാരം. അമൃതാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചക്കക്കുരു മാങ്ങയും വെച്ചിട്ട് നല്ലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. എൻ്റെ സ്റ്റൈലിൽ അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. ചക്കക്കുരു ഒരു 10-30 എടുത്തിട്ട് ഞാനിതുപോലെ പുറത്തെ തൊലി മാത്രം കളഞ്ഞ് കീറി വെച്ചിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് വേവുള്ള ചക്കക്കുരുവാണ്, അതുകൊണ്ടാണ് കുക്കറിലിടുന്നത്. അല്ലെങ്കിൽ സാധാരണ പാത്രം മതിയാകും. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 പച്ചമുളക് കീറിയത് ഇത്രയും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇത്രയും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ പച്ചവെള്ളമാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് ഒറ്റ വിസിൽ മതിയാകും. ഒരു വിസിൽ തന്നെ വെന്ത് കിട്ടും. ഹൈ ഫ്ലെയിം മതി. ഇനി നമുക്ക് കുറച്ച് മാങ്ങ ആവശ്യമായിട്ടുണ്ട്. ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത്രയും വേണ്ട. പുളി നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. ഒരു പാത്രം സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച് ചക്കക്കുരു മിശ്രിതം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഭാഗം ചക്കക്കുരു വെന്തിട്ടുണ്ട്. ഇനി മാങ്ങ കൂടി ചേർത്ത് വേവിക്കുമ്പോൾ ബാക്കി വെന്തോളും. മാങ്ങ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. 1 കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്തത് കൊണ്ടാണ് ഇത്രയും എടുത്തത്. തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. ഇതും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പകുതി മതിയാകും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഈ സമയത്ത് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്ത് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് കറി ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്ത് വരാം. മാങ്ങയും ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും വറ്റിയിട്ടുണ്ട്. നമുക്ക് അരച്ചു വെച്ച് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങാ പേസ്റ്റ് ഞാൻ വീണ്ടും 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് അരച്ചത്. അത് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വെള്ളം പോരാന്നുണ്ടെങ്കിൽ പിന്നെയും ചേർക്കാം. കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ചേർത്തു. ഒന്ന് മിക്സ് ചെയ്യാം. കറി ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. കറി തിളച്ചിട്ടുണ്ട്. നമ്മൾ ചക്കക്കുരുവിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് ആദ്യം ചേർത്തത്. ഇനി ഇതിലേക്കുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. തൽക്കാലം ഇത് മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് കറി തിളയ്ക്കുന്നുണ്ട്. ഇതൊന്ന് 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. തുറന്ന് നോക്കാം. കറി കുറച്ച് വറ്റിയിട്ട് തേങ്ങയുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് മാറ്റാം തീന്നും. വേറൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മൺപാത്രമാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ആദ്യം. പിന്നെ 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർക്കണം. ഇതൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ. അതിനുശേഷം ഒരു 6 അല്ലി വെളുത്തുള്ളി, ചെറിയ അല്ലി എടുത്തിട്ട് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ് കറിക്ക് വരുന്നത്. വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു. അതൊന്ന് മുരിഞ്ഞ് വരട്ടെ. പച്ചമണം മാറിയിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളി ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു പകുതി സവാള എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചതാണ്. അത് ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായിട്ട് മുരിഞ്ഞ് വരണം. സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മുരിച്ചെടുക്കണം. ഉള്ളി നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഒരു 1/4 ഭാഗം മുരിയുമ്പോഴത്തേക്കും നമുക്ക് തീയിൽ നിന്ന് മാറ്റണം. കാര്യം മൺപാത്രമാണ്. പിന്നെയും അതിരുന്ന് ഒന്നും കൂടെ മുരിയും. അതുകൊണ്ട് ഇത്രയും മതിയാകും. ഇത് മാറ്റാം സ്റ്റൗവിൽ നിന്ന്.
ഇതിലേക്ക് വറുത്ത് പൊടിച്ച ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു മണം കൊടുക്കും കറിക്ക്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. ഇത് നോർമലായിട്ടുള്ള എരിവായിരിക്കും ഇതിന്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ വറവിട്ട ഈ മസാല ഉണ്ടല്ലോ അത് മാറ്റി വെച്ചിട്ട് ബാക്കിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മുളക് പൊടിയും എല്ലാം കൂടി ഇങ്ങനെ എണ്ണയ്ക്കകത്ത് ഇങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ്, നല്ല മണമാണ് കേട്ടോ കറിക്ക്. നമുക്കിനി നേരത്തെ കടുക് വറുത്ത് വെച്ച പാത്രത്തിലേക്ക് തന്നെ ഞാൻ ഇത് മാറ്റി കൊടുക്കുകയാണ്. കറി മൺപാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. നല്ല കുറുകിയ ചാറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ വറവിട്ട എണ്ണയും മസാലയും, അത് ഇതിൻ്റെ പുറത്തൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് ചുമ്മാ കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. എല്ലാം കൂടെ ഒന്നിച്ച് നേരത്തെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇന്ന് ഞാൻ ഈ കറിയുടെ കൂടെ കഴിക്കുന്നത് കപ്പയാണ്. നന്നായിട്ട് വേവിച്ച് കടുക് വറുത്ത് വെച്ചിരിക്കുന്ന കപ്പയുടെ കൂടെ ഈ കറി നന്നായിട്ട് ചേർന്ന് പോകും കേട്ടോ. ചോറിനും നല്ലതാണേ. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി ഇതുപോലെ നല്ലൊരു വിഭവമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.